പള്ളി ഒരിക്കലും നിസ്കാരത്തിനുള്ളതല്ല. ഈ നാട്ടിലെ പൊട്ടുതൊട്ട അമ്മയുടെ മക്കളുണ്ടല്ലോ, ഈ നാട്ടിലെ തട്ടമിട്ട ഉമ്മയുടെ മക്കളുണ്ടല്ലോ, ഈ നാട്ടിലെ കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മക്കളുണ്ടല്ലോ, ഈ നാട്ടിലെ മതമില്ലാത്തവരുണ്ടല്ലോ, എല്ലാവർക്കും ഈ പള്ളി ഒരു സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഏത് വിഷയത്തിനും പരിഹാരം പള്ളിയിലാണ് നടക്കേണ്ടത്. നാട്ടിലൊരു പ്രശ്നം വന്നാൽ അതിന്റെ പരിഹാരം കാണേണ്ടത് പള്ളിയിൽ വെച്ചാണ്. ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് പള്ളിക്കകത്ത് സംഘടനാ ചർച്ചയും സംഘടനാ വാഗ്വാദവും സംഘടനാ തർക്കവും പരിഹരിക്കപ്പെടുന്നത് കടത്തിണ്ണയിലാണ്. പള്ളിക്കകത്ത് നടന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തട്ടുകടയില്. മുൻഗാമികൾ അങ്ങനെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പള്ളിയില്. അതുകൊണ്ടാണ് പോയി പള്ളി പറയണമെന്ന് പറയുന്നത്. നമ്മുടെ ഏത് പ്രശ്നങ്ങളും പറയേണ്ടത് പള്ളിയിലാണ്. ഏത് പ്രശ്നങ്ങളും പള്ളിയിലാണ്. ഒരു നാട്ടില് പട്ടിണി കിടക്കുന്ന ഒരു സമൂഹമുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പാടുപെടുന്ന ആളുകളുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുമ്പോ അവർക്ക് പരിഹാരം കൊടുക്കേണ്ടത് എവിടെയാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹയ്യദ്ദീൻ മസ്ജിദ് പള്ളിക്കകത്ത് തന്നെയാ. ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അറിഞ്ഞിടത്തോളം 60ഓ 70ഓ കുടുംബം മാത്രമാണ് ഈ മഹല്ലത്തിലുള്ളത്. അല്ലേ? 60ഓ 70ഓ കുടുംബം അല്ലേ? 60ഓ 70ഓ കുടുംബം. ആ വീട്ടുകാരുടെ പ്രശ്നങ്ങള്, ഈ നാട്ടിലുള്ളവരുടെ പ്രശ്നങ്ങള് എല്ലാം പരിഹരിക്കപ്പെടേണ്ട സ്ഥലം എവിടെയാണ്? പള്ളിയാ. അതിനും നമുക്ക് പ്രാമാണികമായ തെളിവുണ്ട് കൂട്ടരെ. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോഴല്ലേ ഒരു വിഭാഗം ആളുകൾ കടന്നു വരുന്നു. സുബ്ഹാനല്ലാഹ്. കണ്ണുകുടിഞ്ഞവരാണ്, കവിളറ്റിയവരാണ്, വയറൊട്ടിയവരാണ്, എല്ലുറ്റിയവരാണ്, പട്ടിണി പേക്കോലങ്ങളാ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരാ. അവർക്ക് പാദരക്ഷയില്ല. അവരൊരു മുണ്ടുടുത്തിട്ടുണ്ട്, മേൽമുണ്ട് പോലും അവർക്കില്ല. ആ നിലയിൽ പാവപ്പെട്ടവരാണ്, പട്ടിണിയുടെ പര്യായമാണ്. വല്ലാത്തൊരു കോലത്തിൽ കടന്നു വരുമ്പോ അധികവും നുളറുഗോത്രത്തിൽപ്പെട്ട ആളുകളാ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങളെ പെട്ടെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാൽ ബാങ്ക് കൊടുക്കു. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു. നിസ്കാരം കഴിഞ്ഞിട്ട് മസ്ജിദുൻ നബവിയുടെ മിമ്പറിലേക്ക് റസൂലുള്ളാഹി കയറുകയാ. വെള്ളിയാഴ്ച പള്ളിയിൽ ഖുത്ബ ഓതാൻ മാത്രമല്ല കൂട്ടരെ, പള്ളിയിലെ മിമ്പർ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട രാജാതിരാജന്റെ, രാജാവിന്റെ സിംഹാസനത്തിന്റെ സ്ഥാനത്താണ് പള്ളിയുടെ മിമ്പറുള്ളത്. ആ മിമ്പറിനകത്തേക്ക് കയറിയിട്ട് റസൂലുള്ളാഹി ഖുത്ബ നടത്തുകയാ. എന്നിട്ട് 3 ആയത്തുകൾ ഓതി എന്നാണ്. അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. റസൂലുള്ളാഹി ഓതിയ ആയത്തിന്റെ ആശയം ഞാനൊന്ന് പറയട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് ചോദിക്കുകയാ, നിങ്ങളുടെ കൂടപ്പിറപ്പുകളായ നിങ്ങളുടെ സഹോദരങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ? അവർക്ക് ഭക്ഷണമില്ലല്ലോ, അവർക്ക് വെള്ളമില്ലല്ലോ, അവർക്ക് തുണിയില്ലല്ലോ, അവർക്ക് പാദരക്ഷയില്ലല്ലോ, അവർ പാടുപെടുകയാണല്ലോ. മക്കളെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കണ്ടിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയുക? നാളെ നിങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹു സൂക്ഷ്മജ്ഞാനിയാണ്. അവൻ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേക്കോ. പള്ളിയിലല്ല ഇരിക്കേണ്ടത്. പെട്ടെന്ന് ഇവിടെ നിന്ന് എഴുന്നേക്കോ. എന്നിട്ട് പോകൂ. നിങ്ങളുടെ വീട്ടിലുള്ളതെല്ലാം നിങ്ങൾ എടുത്തുകൊണ്ട് വരുവോ? സഹോദരങ്ങളെ, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുകയാ, ഞാനൊരു തൂണിന്റെ പിന്നിലേക്ക് മാറി നിന്നു. ഒരു തൂണിന്റെ പിന്നിലേക്ക് ഞാൻ മാറി നിന്നപ്പോൾ ഓരോരുത്തരും അവരുടെ വീടുകളിലേക്ക് പോയി തിരിച്ചു വരികയാ. അല്ലാ, വസ്ത്രത്തിന്റെ കൂമ്പാരമായിട്ടൊരു സഹാബി വരികയാ. ആ വസ്ത്രത്തിന്റെ ഭാരം കൊണ്ട് ആ സഹാബിയുടെ കൈയതാ കുഴഞ്ഞിരിക്കുകയാ. സ്വർണത്തിന്റെ കൂമ്പാരം വന്നു, വെള്ളിയുടെ ആഭരണങ്ങളുടെ കൂമ്പാരം വന്നു, ഈത്തപ്പഴത്തിന്റെയും അതുപോലെ തന്നെ ഗോതമ്പിന്റെയും കൂമ്പാരം വന്നു. അങ്ങനെ മസ്ജിദുൻ നബവിയിൽ പല പല അട്ടിയട്ടിയായി കൂമ്പാരങ്ങൾ പ്രത്യക്ഷപ്പെടുകയാ. വസ്ത്രത്തിന്റെ, ആഭരണങ്ങളുടെ, ഭക്ഷണത്തിന്റെ എല്ലാത്തിന്റെ
എല്ലാത്തിന്റെയും മുമ്പിൽ റസൂലുള്ള നിന്നിട്ട് നിറകണ്ണുകളോടെ റസൂലുള്ള വീതിച്ചു കൊടുക്കുകയാ. സഹോദരങ്ങളെ, നാട്ടിലെ പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റേണ്ട ഗേഹമാണ് പള്ളി. അല്ലാതെ നിസ്കരിക്കാൻ മാത്രമുള്ളതല്ല, നമസ്കാരത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ഇവിടുത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും പരിഹാരമായി പള്ളി മാറേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ 1000 വട്ട ആകാംക്ഷയോടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തയ്യാറാണല്ലോ, വളരെ ജാഗ്രതയോടെ ഹദീസുകൾ പഠിക്കാൻ തയ്യാറാണല്ലോ. അള്ളാഹുവിന്റെ പള്ളി പാവങ്ങളെ സഹായിക്കാനുള്ള ഇടമാണ്. പട്ടിണി പേക്കോലങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവരെ വയറ് നിറയ്ക്കാനുള്ള ആ പള്ളിയാണ്. ആ പള്ളിയിൽ നമ്മുടെ ഇബാദത്തുകൾക്ക് പുറമെ പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ട റിലീഫിന്റെ കേന്ദ്രങ്ങളായി, അതുപോലെ ചാരിറ്റിയുടെ കേന്ദ്രങ്ങളായി നമ്മുടെ പള്ളികൾ മാറേണ്ടതാണ് രണ്ടാമത്തെ കാര്യം. എന്റെ സഹോദരങ്ങളെ, അല്ലാതെ പള്ളി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനും നോമ്പ് തുറക്കാനും സക്കാത്തിന്റെ കാര്യങ്ങൾ പ്രസംഗിക്കാനും ഒന്നുവിന്റെ മഹത്വം പറയാനുമുള്ളതല്ല. നാട്ടിലെ പ്രശ്നങ്ങൾക്ക്, കല്യാണം കഴിഞ്ഞിട്ട് ആ കുടുംബ ജീവിതത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെട്ടവർക്ക് പരിഹാരം കാണേണ്ടത് പള്ളിയാ. മക്കള് കുരുത്തക്കെട്ടവരായി മാറുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് പള്ളിയാ. എല്ലാ വിഷയങ്ങൾക്കും പള്ളിയാണ് പരിഹാരം കാണേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ മുഹയ്യദ്ദീൻ മസ്ജിദും അങ്ങനെ തന്നെയായി നമ്മൾ മാറട്ടെ, അങ്ങനെയായി നമ്മുടെ പള്ളികൾ മാറട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പട്ടിണിയും പരിവട്ടങ്ങളും പരിഹരിക്കപ്പെടേണ്ടത് പള്ളിയിലാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം പള്ളിയാണ്, കുടുംബ കലഹങ്ങൾക്ക് പരിഹാരം പള്ളിയാണ്. അതുകൊണ്ടാണ് പള്ളിയിലെ ഇമാമ് പ്രഥമ പൗരനാണ്. പ്രസിഡന്റ് പള്ളിയുടെ പ്രസിഡന്റ് പ്രധാനമന്ത്രിയുടെ സ്ഥാനത്താ. പള്ളിയിലെ ഇമാമ് പ്രഥമ പൗരനാണ്. സ്റ്റേറ്റിന്റെ കാര്യം എടുത്തു നോക്കിയ പള്ളിയുടെ പ്രസിഡന്റ് മുഖ്യമന്ത്രിയാണ്. പള്ളിയിലെ ഇമാം എന്ന് പറയുന്നത് ഗവർണറാണ്. കാരണം ഇവിടെ പരിഹരിക്കപ്പെടേണ്ടത് നാട്ടിലെ സകല പ്രശ്നങ്ങളുമാണ്, അല്ല നിസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അതുകൊണ്ട് പള്ളി ആ ഒരു ബാധ്യത കൂടി ഉണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയുക. അല്ലാതെ പള്ളിയിൽ ഒരു വിഷയം പറയുമ്പോ അത് പള്ളിയിലാണോ പറയേണ്ടത്, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിട്ടാൽ പിന്നെ പള്ളി എന്തിനാ എന്ന് ചോദിച്ചിട്ടൊരു തലമുറ പള്ളി കയറാൻ തയ്യാറാവൂല. അതുകൊണ്ട് പള്ളി നമ്മുടെ സർവസ്വവുമാണ്. അള്ളാഹു ആ ബാധ്യത നിറവേറ്റാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ഇത് നമ്മുടെ പരിപാടി തുടക്ക ദിവസമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ജാരിയായ സ്വതക്കൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും കാര്യമാര് പള്ളി നിങ്ങൾ പൈസ കൊടുത്തിട്ട് തന്നെ ഉണ്ടാക്കിയത്, അതൊക്കെ ശരി. പക്ഷേ ഇതിന് ഒരുപാട് ചെലവുണ്ട്. ഒരു നല്ല സംഭാവന ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ സദസ്സിൽ നിങ്ങൾ എല്ലാവരും കൊടുക്കും. തീരെ കുറയ്ക്കാൻ വേണ്ട. അള്ളാഹു ജാരിയായ സ്വതക്കൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വീടുകളുടെ മുറ്റത്തും വീടുകളുടെ മുകളിലും ഒക്കെ സഹോദരിമാരുണ്ട്. എല്ലാ ഭാഗത്തും പോകണം. എന്നിട്ട് നല്ലൊരു ഹദിയ ഈ ബക്കറ്റിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കണം. അള്ളാഹു ജാരിയായ സ്വതക്കൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ ശ്രദ്ധിച്ചോളി. 11 മണി വരെ പോവാല്ലേ? ഇനി മൂന്നാമത്തെ കാര്യം വിശദീകരിക്കാൻ നിന്നാൽ നമുക്ക് തീർക്കാൻ പറ്റില്ല. ഒന്ന്, പള്ളിയിൽ ഇബാദത്തിനു വേണ്ടി ജനങ്ങളെ കൂട്ടുക. 2, പള്ളി നാട്ടിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാര കേന്ദ്രമാവുക. അങ്ങനെയാകണം. മൂന്നാമത്തേത് നമ്മുടെ പള്ളിയിലേക്ക് പോകുമ്പോ എങ്ങനെ പോകണം. ഞാൻ തിരുവനന്തപുരത്ത് സെൻട്രൽ ജുമാ മസ്ജിദിലാണ് ജുമഅ. തിരുവനന്തപുരത്ത് വരുന്നവർക്കൊക്കെ അറിയാം. നമ്മുടെയൊക്കെ പരിചയക്കാരായ സഹോദരങ്ങൾ. ഇസ്മായിലിക്ക എന്റെ പള്ളിയിൽ ഒത്തിരി തവണ വന്നിട്ടുള്ള ആളാ. ചെറുവാഞ്ചേരി ഇസ്മായിൽ സാഹിബ് അല്ല, ഈ നാട്ടുകാരനല്ലേ? അദ്ദേഹം ദുബായിലാണ്. മകളുടെ ഡെലിവറി കഴിഞ്ഞ് പ്രിയപ്പെട്ട ആ സഹോദരൻ അവിടെയാണ്. അദ്ദേഹത്തിലൂടെയാണ് സംഘാടകർ എന്നെ ബന്ധപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം എന്റെ പള്ളിയിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സെക്രട്ടേറിയറ്റിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ എന്റെ പള്ളിയിലേക്ക്.
1-2 കിലോമീറ്ററിന്റെ ഉള്ളിൽ, 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ തോന്നുന്നു. അപ്പൊ ജുമയ്ക്ക് ഇറങ്ങാൻ നേരത്ത് മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും തൃശ്ശൂരും എറണാകുളത്തൊക്കെ ഉള്ള പല ആളുകളും ടിപ് ടോപ്പായിട്ടൊക്കെ പള്ളിയിൽ വരുന്ന കാണാം. അങ്ങനെ വരുമ്പോ സംസാരിക്കും, ഞാൻ ഇന്ന സ്ഥലത്തുള്ളതാണ്, ഞാൻ അവിടെ നിന്ന് വന്നതാ. അപ്പൊ ചോദിക്കും എവിടെ പോയതാ? അത് സെക്രട്ടേറിയറ്റിൽ വന്നതാ, ഒരു പേപ്പറിന്റെ വർക്ക് ഉണ്ടായിരുന്നു, മിനിസ്റ്റർ ഒന്ന് കാണണമായിരുന്നു, MLA ഒന്ന് മീറ്റ് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും. അപ്പൊ നമ്മളിങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കും. നല്ല രൂപലാവണ്യമാണ്, നല്ല ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ നല്ല ടിപ് ടോപ്പ് ആക്കി, ഇങ്ങനെ എന്താണ് കഞ്ഞിയൊക്കെ മുക്കി നല്ല തേച്ച് സ്റ്റിഫ് ആൻഡ് ഷൈൻ ഒക്കെ ആക്കിയിട്ടാണ് മന്ത്രിയെ MLA ഒക്കെ കാണാൻ വേണ്ടി പലരും പോകുന്നത്. അവരവരുടെ മഹല്ലുകളിൽ പള്ളിയിൽ പോകുന്ന കോലം കണ്ടിട്ടുണ്ട്. ബംഗാളി ഉടുക്കണം കള്ളിമുണ്ടും, ആസാമി ഉടുക്കണ കള്ളിമുണ്ടും, തേക്കാത്തൊരു ഉടുപ്പും ഷർട്ടും, ജീവിതത്തിൽ ഇന്ന് വരെ കഴുകാത്തൊരു കർച്ചീഫും, തൊപ്പിയാണെങ്കിൽ പിന്നെ വെള്ളവും കണ്ടിട്ടില്ല, തീയും കണ്ടിട്ടില്ല. ആ ഒരു നിലയിലുള്ളത്. ഞാൻ കളിയാക്കി പറയുന്നതല്ല, വിമർശിക്കുകയാണ്, കുറ്റപ്പെടുത്തുന്നതല്ല. വിമർശിക്കുകയാണ്. കുറ്റപ്പെടുത്തൽ വേറെ, വിമർശനം വേറെ. നമ്മൾ എന്താണ് പള്ളിയോട് ചെയ്യേണ്ടത്? ഈ പള്ളി ഇത്രയും കഷ്ടപ്പെട്ടത് കൊണ്ടാക്കിയല്ലോ, പള്ളി ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി. ഞാൻ അകത്ത് കയറിയില്ല, കയറിയിട്ടേ പോവും. കാണാതെ പിന്നെന്താ പള്ളി? എന്നോട് പറഞ്ഞു കയറിയിട്ട് കൊണ്ട് വന്നാ പോരെ എന്ന് ചോദിച്ചു. വേണ്ട, ഞാൻ പോകുമ്പോ കാണാം. അതാണ് അതിന്റെ ഒരു ബറക്കത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും കഷ്ടപ്പെട്ട് നല്ല കാർപ്പറ്റൊക്കെ ഇട്ടിട്ടില്ലേ, നല്ല റാഹത്തല്ലേ, നല്ല മുഞ്ചല്ലേ? ഇനി നമ്മൾ അതിനെ സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കല്ലേ? പള്ളിക്കകത്ത് എന്തെങ്കിലും ഒരു കാട്ടം വീണ് കിടന്നാൽ, ഒരു വൃത്തികേട് കിടന്നാൽ, മുക്കറി എവിടാ, മോദീനെ എവിടാ, അവന്റെ ജോലിയല്ലേ, ശമ്പളം 6000 രൂപ കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ കിടന്ന് വാ തുറക്കുന്നതിനൊക്കെ നല്ലത് എന്താണെന്നറിയോ? ഹൂർലിങ്ങളുടെ മഹറാണ് പള്ളിയിലെ ഖിദ്മത്ത്. പള്ളിയിലെ ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയെ ഒന്ന് സൂക്ഷിക്കുക. ചവറ് ചപ്പുകൾ കിടക്കുന്നതെടുത്ത് കളയുന്നത് ഹൂർലിങ്ങളുടെ മഹറാൻ. ഹൂർലിങ്ങളുടെ മഹറാൻ. ഹൂർലിങ്ങളെ വേണമെന്ന് ആഗ്രഹമുള്ളവർ പിന്നെ നാളെ മിക്കവാറും പള്ളി കാർപ്പറ്റൊക്കെ എടുത്ത് വെളിയിൽ കളയും, തൂത്ത് വൃത്തിയാക്കി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പള്ളിയിലേക്ക് പോകുമ്പോ ഇത്രയും മനോഹരമായ പള്ളി, ആ പള്ളിയിൽ നമ്മൾ എങ്ങനെ പോകണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. യാ ബനീ ആദം, യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. അല്ലാഹു പറയുകയാണ്, യാ ബനി ആദം, ഓ ആദമിന്റെ സന്തതികളെ, ഓ മനുഷ്യരെ, നിങ്ങൾ എങ്ങനെയാണ് പള്ളിയിൽ പോകേണ്ടതെന്നറിയോ? ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദി. പള്ളിയിലേക്ക് പോകുമ്പോൾ, സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പോകേണ്ടത് ഖുദൂ സീനതകും, നിങ്ങളുടെ പ്രൗഢി, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ സൗരഭ്യം ഏറ്റവും നല്ല നിലയിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണേ. ഏറ്റവും നല്ല തുണി ഉടുക്കേണ്ടത് എപ്പോഴെന്നറിയോ? ഏറ്റവും നല്ല കുപ്പായം ധരിക്കേണ്ടത് എപ്പോഴെന്നറിയോ? ഏറ്റവും നല്ല മണമുള്ള പെർഫ്യൂം തേക്കേണ്ടത് എപ്പോഴെന്നറിയോ? ഏറ്റവും നല്ല ശുദ്ധിയായി കുളിച്ച് നല്ല റാഹത്തായി ഒരു പുതുമാരനെ പോലെ പോകേണ്ടത് എപ്പോഴെന്നറിയോ? അത് അല്ലാഹുവിന്റെ പള്ളിയിലാണ്. സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവ്വലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവജ്ഞനായ സർവ്വഗുണസമ്പൂർണനായ സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പള്ളിയിലേക്ക്, അവന്റെ വീട്ടിലേക്ക് അവനെ സന്ദർശിക്കാൻ, അവനുമായിട്ട് മുനാജാത്ത് നടത്താൻ പോകുമ്പോ സഹോദരങ്ങളെ, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ടാ പോകേണ്ടത്. ഏറ്റവും ക്വാളിറ്റിയുള്ള പെർഫ്യൂം അടിക്കേണ്ടത് അപ്പോഴാണ്. അല്ലാതെ കല്യാണത്തിന് പോകുമ്പോ വില കൂടിയ 3000-ന്റെ 4000-ന്റെ സ്പ്രേ അടിക്കുന്നവരുണ്ടല്ലോ, പെർഫ്യൂം അടിക്കുന്നവരുണ്ടല്ലോ. പള്ളിയിൽ പോകുമ്പോ മയ്യത്തിൽ പുരട്ടുന്ന 25 രൂപയ്ക്ക് 3 കുപ്പി കിട്ടുന്ന അത്തരം തേച്ചുകൊണ്ടല്ല പോകേണ്ടത്. പള്ളിയിൽ പോകുമ്പോഴേ ഏറ്റവും ക്വാളിറ്റിയുള്ള അത്ര തേക്കേണ്ടത്. കാരണം ആരുടെ മുമ്പിലാ കൈകെട്ടി നിൽക്കുന്നത്? ഏതാനും ചുറ്റളവിലുള്ള കിലോമീറ്ററിന്റെ അധികാര സ്ഥാനം വഹിക്കുന്നവരുടെ മുമ്പിലാണോ? സഹോദരങ്ങള്, ഏതെങ്കിലും SP ഓഫീസിലാണോ, DYSP ഓഫീസിലാണോ, സൂപ്രണ്ടിന്റെ ഓഫീസിലാണോ, സർക്കിളിന്റെ ഓഫീസിലാണോ, മന്ത്രിമന്ദിരങ്ങളിലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചീഫ് സെക്രട്ടറിയുടെ വസതിയിലാണോ, അല്ലെങ്കിൽ രാജ്ഭവനിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനിലാണോ നിൽക്കുന്നതല്ല. ഈ ലോകം മുഴുവൻ
സൃഷ്ടിച്ച അല്ലാ, സംരക്ഷിക്കുന്ന അല്ലാ, സംഹരിക്കുന്ന അല്ലാ, ആ ജഗനിയന്താവായ ജല്ല ജലാലായ റബ്ബുൽ അലീമായ മാലിക്കുൽ മുൽക്കായ പടച്ചതമ്പുരാന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോ, അവന് മുനാജാത്ത് നടത്തുമ്പോ, അവന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോഴാണ് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടത്. അതുകൊണ്ട് പള്ളിയിൽ പോകാൻ നല്ല വസ്ത്രം മാറ്റിവെക്കണേ. മദീനത്തുൻ നബവിയിലെ മസ്ജിദുൻ നബവിയിലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുക്കുന്ന വെള്ളിയാഴ്ച മഹാനവറുകൾ വരാൻ വൈകുകയാ. സഹോദരങ്ങളെ, ഇരിക്കുന്ന ആളുകൾ വല്ലാത്ത അക്ഷമരാകാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നറിയോ? റസൂൽ വരുന്ന സമയം കഴിഞ്ഞു, സിദ്ദീഖ് തങ്ങൾ വന്നിരുന്ന സമയം കഴിഞ്ഞു. ഇതുവരെ ഉമർ ഫാറൂഖിനെ കണ്ടില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഓടി വരികയാ. താൻ അധികാരത്തിലേക്ക് കേറാൻ പോവുകയാ. തന്റെ നയപ്രഖ്യാപന പ്രസംഗം നടക്കാൻ പോവുകയാ. ആ സമയത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നു. എന്നിട്ട് സദസ്സിനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ വൈകിയതിന്റെ കാരണമൊന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രസംഗം തുടങ്ങാ. നിങ്ങളാരും എന്നെ ശപിക്കരുത്, ആരും എന്നെ കുറ്റപ്പെടുത്തരുത്, ആരും എന്നെ വിമർശിക്കരുത്. അറിയണേ, രണ്ട് ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും അധിപരായ കിസ്റയും കൈസറും വിറച്ചു പോകുന്ന, പിശാച് പോലും ഭയന്ന് വിറച്ചു പോകുന്ന വീരനും ബില്ലാലി വീരനും വിജിഗീഷുവുമായ ഖത്താബിന്റെ ഹംദമയുടെ പൊന്നുമോനായ സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല മസ്ജിദുൻ നബവിയുടെ മിമ്പറിന്റെ ചാരത്തിൽ നിന്ന് പ്രസംഗിക്കുകയാ. ഞാൻ വൈകിയതിന്റെ കാരണം നിങ്ങൾക്കറിയോ? എനിക്ക് ഞാനും അധികാരത്തിലേറുകയാണല്ലോ, അമീറുൽ മുഅ്മിനായി ഞാൻ അവരോധിതനാകുകയാണല്ലോ. ഇന്ന് ഞാൻ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണ്ടേ, ഇന്ന് ഞാൻ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണ്ടേ. നോക്കുമ്പോൾ അഴുക്ക് പിടിച്ച് കിടക്കുക. ഞാൻ അതിനെ കഴുകി ശുദ്ധിയാക്കി ഉണക്കിയിട്ട് ഞാൻ ഇട്ടുകൊണ്ട് വന്നതാ. അവർക്ക് സന്തോഷമായി കാരണം കിട്ടിയല്ലോ. പക്ഷേ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറി ഖുതുബയോടുമ്പോ മസ്ജിദുൻ നബവിക്കകത്ത് ആളുകൾ കരച്ചില, ആളുകൾ പൊട്ടി പൊട്ടി കരച്ചില. കാരണം മഹാനായ ഖത്താബിന്റെ മകൻ ഉമറിന്റെ കുപ്പായത്തിലേക്ക് നോക്കുമ്പോ അല്ലാഹുവേ, എത്രയോ ഭാഗങ്ങൾ തുന്നിച്ചേർത്തതാ, കണ്ടം വെച്ചതാ, കഷ്ണം വെച്ചതാ. സഹോദരങ്ങളെ, നേരത്തെ ഉമർ തങ്ങൾ പറഞ്ഞിരുന്നാ, ഞാനിന്ന് ഇവിടത്തെ അമീറുൽ മുഅ്മിനീനായി അവരോധിക്കപ്പെടുമ്പോ ഏറ്റവും നല്ല വസ്ത്രം ഞാൻ ധരിക്കണ്ടേ. ഉള്ള ഏറ്റവും നല്ല വസ്ത്രം ഉമർ തങ്ങളുടെ വസ്ത്രത്തിന്റെ ഗതി എന്തെന്നറിയോ? 10 20 സ്ഥലങ്ങളിൽ കണ്ടം വെച്ച തുണിയാ, അവിടെയും ഇവിടെയും പച്ച പിടിപ്പിച്ചിരിക്കുന്ന കുപ്പായമാ. പക്ഷേ ഉള്ളതിൽ ഏറ്റവും നല്ലതിട്ടുകൊണ്ടാ ഉമർ തങ്ങൾ വന്നത്. സഹോദരങ്ങളെ, നമ്മളിൽ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ പട്ടുവസ്ത്രം ധരിക്കണമെന്നല്ല, വില കൂടിയ ഏതെങ്കിലുമൊക്കെ റൈമണ്ടിന്റെ വസ്ത്രങ്ങൾ ധരിക്കണമെന്നല്ല, അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ ലിനന്റെ തുണിയെടുത്ത് ഉടുക്കണമെന്നല്ല. നിന്റെ വീട്ടിൽ നിന്റെ സാമ്പത്തിക ഗതി അനുസരിച്ച് ഉള്ളതിൽ വൃത്തിയുള്ള, ശുദ്ധിയുള്ള, കാണാൻ മൊഞ്ചുള്ള ഏറ്റവും നല്ല തുണിയെടുത്തുടുത്തിട്ട് വേണം ഈ മുഹയ്യിദ്ദീൻ പള്ളിയിലേക്ക് നീ വരാ. യാ ബനീ ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. അല്ലാഹ് പറയുന്നു, നീ പള്ളിയിൽ പോകുമ്പോ നിന്റെ മൊഞ്ചും അഴകും ഒക്കെ നീ കാണിക്കണം. ഇമാം ഏറ്റവും കൂടുതൽ നല്ല നിലയിൽ ജുമാ ദിവസത്തിന്റെ ഫളായിൽ പറയുന്നിടത്ത് കാണാം, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാം അവസാനമേ വരാൻ പാടുള്ളൂ. അങ്ങനെയല്ലേ സാറേ? ഇമാം ഏറ്റവും ഒടുവിലേ വരാൻ പാടുള്ളൂ. അതും മറ്റുള്ള മഅ്മൂമീങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി ഇമാം എങ്ങനെയൊക്കെ അഴകാകാൻ പറ്റുമോ അങ്ങനെയൊക്കെ അഴകാകണം. എങ്ങനെയൊക്കെ ഇമാമിന് അഴകാകാൻ പറ്റുമോ ആ രീതിയിൽ അഴകായിട്ട് വേണം ആ ഇമാമ പള്ളിയിലേക്ക് വരാൻ. ഒരു വ്യത്യസ്തനായി കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ മോഹ ഫേഷ്യൽ ചെയ്ത്, അതുപോലെ തന്നെ പുരികമൊക്കെ ത്രെഡ് ചെയ്ത്, ആ മീശയൊക്കെ ഇങ്ങനെ പിരിച്ചു വെച്ച്, താടി, അങ്ങനെയല്ല ഈ പറയുന്നത്. കാണുമ്പോ ഇമാമിനെ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ അന്ന് ഒരു സെപ്പറേറ്റ് കോട്ടൊക്കെ മാറി, അല്ലെ, വേറൊരു വെറൈറ്റി ആയി, ഒരു പ്രത്യേകതയായി വരുന്നത്. അതുകൊണ്ട് അല്ലാതെ ഇമാമ പിന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നില്ല. അത് ഫിഖ്ഹിന്റെ നിയമമാണ്, ഫിഖ്ഹിന്റെ നിയമമാണ്. സമയമാകുമ്പോഴേ ഇമാമ പ്രത്യക്ഷമാകാൻ പാടുള്ളൂ. ചില പള്ളികളിലെ ആളുകൾ പറയാറുണ്ട്, എന്താണ്,
ഇമാം എന്ന് പറഞ്ഞാലേ ബാങ്ക് വിളിക്കുന്നതിന് 25 മിനിറ്റ് മുമ്പേ വന്ന് പള്ളിയിൽ ഒന്നാം സഫി ഇരിക്കണം, നിങ്ങൾക്ക് ശമ്പളം തരുന്ന അതിനും കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് മുതലാളിമാര് ഇമാമിങ്ങളുടെ മേ കുതിര കയറാറുണ്ട്. അത് വിവരക്കുറവിന്റെ അടയാളമാണ്. ഇമാമ് സമയമാകുമ്പോ പ്രത്യക്ഷപ്പെടണം, ബാക്കിയുള്ള ആളുകൾ പോയി നിരന്നിരിക്കണം. അതാണ് ഫിഖിന്റെ നിയമം, ഇസ്ലാമിന്റെ നിയമം അതാണ്. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാ മതി. അപ്പൊ നല്ല അഴക്, നല്ല കാണാൻ മഞ്ചോടുകൂടി നമ്മൾ പള്ളിയിലേക്ക് പോകണം എന്നുള്ളതാണ് മൂന്നാമതായി എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്. സുബ്ഹാനല്ലാഹ്, വളരെ വേദനയോട് ലൈവാണ്, പുറത്തുള്ള ആളുകളൊക്കെ കേൾക്കും, അതൊക്കെ എനിക്കറിയാം. പക്ഷെ സങ്കടം പറയട്ടെ, ചില പള്ളികളിൽ കയറിയ പടച്ചോനാണ് സുജൂദ് ചെയ്യാൻ തോന്നില്ല. ഒന്നാമത്തെ കാര്യം, ആ പള്ളി ഒന്ന് വൃത്തിയാക്കാൻ ഒരാളെ നിർത്താൻ എന്താ? തീരെ ദാരിദ്ര്യമാണോ നമ്മുടെ പള്ളികളിൽ? ചില പള്ളികളിൽ കയറി കഴിഞ്ഞാൽ ആ പള്ളികളില് നമ്മുടെ കയ്യിരിക്കുന്ന ഷോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വിരിച്ചിട്ട് വേണം സുജൂദ് ചെയ്യാൻ, അല്ലാതെ മനസ്സ് വരില്ല. സുജൂദ് ചെയ്തിട്ട് തല പൊക്കുമ്പോ നെറ്റി മൊത്തം മണ്ണാൻ, മുഴുവനും മണ്ണാൻ. ഏതെല്ലാം ആനക്കാട്ടമ്പര പള്ളിക്കകത്തുണ്ടോ എന്ന് സംശയിച്ചു പോകും. ആ നിലയിൽ പള്ളി ഒരു വൃത്തിയും ഇല്ലാതിട്ടിരിക്കുന്ന നമ്മുടെ സമുദായത്തിലെ ചില ആളുകളുണ്ട്. അവിടെ ഇത് നോക്കാൻ ആരുമില്ലേ? പരിപാലകരാരുമില്ലേ? കഴിയില്ലെങ്കിൽ മാറിക്കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് ഏൽപ്പിച്ചു കൊടുക്കണ്ടേ? ഇത് പള്ളിയല്ലേ? നമ്മുടെയൊക്കെ പള്ളിയും ബാത്റൂമും ഒക്കെ നല്ല, അല്ലാതെ റെയിൽവേ സ്റ്റേഷന്റെ ഗതികേട് നമ്മുടെ ബാത്റൂമിന് വരാൻ പാടില്ല. നമ്മുടെ പള്ളികളിൽ KSRTC ബസ് സ്റ്റാൻഡില് 2 രൂപയ്ക്കും 5 രൂപയ്ക്കും പ്രാഥമിക ആവശ്യങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ തുറന്നു വച്ചിരിക്കുന്ന ശൗചാലയങ്ങൾ പോലെ ഗതികെട്ടതായി നമ്മുടെ പള്ളിയിലെ ശൗചാലയങ്ങൾ മാറാൻ പാടില്ല. അതിനെ കൃത്യമായി പരിപാലിക്കണം. അതിനകത്ത് കയറിയാൽ ഒരാൾക്കും ഒരു ദുർഗന്ധം തോന്നാത്ത നിലയിൽ അതിന് കാശിറക്കണം. സമുദായത്തിന്റെ പൈസ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ കാശില്ലേ, അങ്ങോട്ട് ഇറക്കണം, പള്ളിക്ക് വേണ്ടി കൊടുക്കണം. എന്നിട്ട് അതൊക്കെ അങ്ങോട്ട് ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കണം. ഹൗലിന്റെ ഭാഗത്ത് നിന്ന് പള്ളിയിലേക്ക് കയറി വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് വളരെ കെയർ ചെയ്ത് സൂക്ഷ്മതയോടുകൂടി പള്ളിയെ പരിപാലിക്കണം. അല്ലാതെ കയറുമ്പോ വല്ലാത്തൊരു ദുർഗന്ധവും സുജൂദ് ചെയ്യാനും തോന്നൂല. ചില ആളുകളെ കസേരയിൽ നിസ്കരിച്ചിട്ട് ഒരൊറ്റ പോക്ക. കാരണം എന്താ? ഇത് തലയിൽ തലയൊന്ന് വെക്കണമല്ലോ. ഈ മൂക്കും കൊണ്ട് എങ്ങനെ വെക്കുന്നത്? അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിന് ഞാൻ കുറ്റം പറയല്ല. ഈ സഹോദരിമാര് ഇനി കല്ലങ്ങാനം വരെ എറിയുമെന്ന് തന്നെ പേടിയുണ്ട്. സഹോദരിമാരുടെയൊക്കെ വീട്ടിലെ നിസ്കാര കുപ്പായം അള്ളാഹുവെ മലക്കും കൊടുക്കൂല, ശൈത്താനും കൊടുക്കൂല. കാരണം ആണ്ടിലൊരിക്കൽ മാത്രമേ കഴിവുള്ളൂ. പെരുന്നാളിന്റെ അന്ന് കഴുകി അടുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പെണ്ണുങ്ങളാരിയല്ല, പൊതുവെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്കുന്ന സ്ഥലം, നിസ്കാരവുമായി ബന്ധപ്പെട്ട പള്ളി, ഇതൊക്കെ അഴകായിരിക്കണം. ഹൗല് നല്ല വൃത്തിയായിരിക്കണം. അതിനുവേണ്ടി ഒരാളെ വെക്കണം, ക്ലീനിങ് നോക്കണം. വല അടിച്ചിട്ടുണ്ടോ? ചില പള്ളികളിലൊക്കെ വല കയറിയിരിക്കുന്നത് കണ്ടാൽ ദാരിദ്ര്യം. ചുമ്മാതല്ല ബക്കറ്റ് കളക്ഷൻ കിട്ടാത്തത്. ഈ എട്ടുകാലി എന്നല്ലേ പറയുന്നത്, എട്ടുകാലിയുടെ ചിലന്തി വല കൃത്യമായി ഒരു വീട്ടിൽ ഇരുന്നാൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത്, ഒരു സ്ഥാപനത്തിൽ ഇരുന്നാൽ, ഒരു കടയിൽ ഇരുന്നാൽ, അതിന് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടെടുത്ത് കളഞ്ഞില്ല എങ്കിൽ ആ സ്ഥാപനം വീടാകാം, പള്ളിയാകാം, കടയാകാം, ദാരിദ്ര്യം മാറൂലെന്നാണ്. ബക്കറ്റ് കളക്ഷൻ കിട്ടാത്ത കാരണം ഏതാ? പള്ളിയിൽ വല അടിക്കാത്തോണ്ടാ. പള്ളിയിൽ വല അടിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ പള്ളി നമ്മൾ പരിപാലിക്കണം. റമദാനാകുമ്പോ കൊട്ടേഷൻ കൊടുക്കാൻ എന്ത്? പള്ളിയുടെ കാർഡ് വൃത്തിയാക്കാൻ. ഞാനൊരു വേദിയിൽ ചോദിച്ചു, എന്തിനാണ് ഇതിന് ഒരാളെ ഇത്രയും 50,000 1 ലക്ഷം രൂപ കൊടുത്തിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നത്? എന്റെ വാപ്പ മരിച്ച എന്റെ വാപ്പാടെ ഖബറിൽ അറ്റ്ലീസ്റ്റ് വെള്ളിയാഴ്ചയെങ്കിലും ഞാൻ സിയാറത്ത് ചെയ്യുന്ന മോനായാൽ നിങ്ങളുടെ വാപ്പാടെ ഖബറിൽ വരും, അദ്ദേഹത്തിന്റെ വാപ്പാടെ ഖബറിൽ വരും, അദ്ദേഹത്തിന്റെ ഉമ്മാടെ ഖബറിൽ വരും. അങ്ങനെ എല്ലാവരും വെള്ളിയാഴ്ചയെങ്കിലും കൃത്യമായി സിയാറത്ത് ചെയ്താൽ ആളുകൾ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും വന്ന് സിയാറത്തായി ആ പള്ളിക്കാട് മാറിയ പിന്നെ പാമ്പിന്റെ ശല്യം ഉണ്ടാവോ? അവിടെ കാടടിക്കേണ്ട കാര്യം ഉണ്ടാവോ? അവിടെ മനോഹരമായി എപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാൽപെരുമാറ്റത്തിന്റെ പേരിൽ ആ പള്ളിക്കാട് എപ്പോഴും നല്ല വൃത്തിയായി കിടക്കൂലേ? ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതിന് പകരം ചോദിക്കുമ്പോ 25,000 കൊടുത്തിട്ട് പിന്നെ വീട്ടിൽ നിസ്കരിക്കുക, വീട്ടിൽ കയറിയിരിക്കുക, ഇതല്ലല്ലോ ശൈലി. അതുകൊണ്ട് പള്ളിയും പരിസരങ്ങളും ബാത്റൂമും ഹൗലും ഒക്കെ നല്ല വൃത്തിയും വെടുപ്പും ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കൂടിയ ബഹൂറൊക്കെ വാങ്ങിയിട്ട് പുകയ്ക്കണം. മഗ്‌രിബിന്റെ സമയത്ത് AC ഉള്ള പള്ളിയിലൊക്കെ മഗ്‌രിബിന്റെ സമയത്ത് നല്ല പുകയിട്ടാലുണ്ടല്ലോ,
നമുക്ക് 3 നിസ്കരിക്കുന്നത് നമുക്ക് പിന്നെ 4 പറ്റൂല. മഗ്രിബ് 3 ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് വേണമെങ്കിൽ വെറുതെ 2 നിസ്കരിച്ചേക്കാന്ന് പറഞ്ഞ് നിസ്കരിക്കും. അതേസമയം പള്ളി വൃത്തിയല്ലെങ്കിലോ ഈ 3 എങ്ങനെയെങ്കിലും 1 പറ്റുമോ നോക്കിയിട്ട് മൂക്കും പൊത്തി ഇറങ്ങി ഓടും. ഇതിനൊക്കെ കാരണം നമ്മളാ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. പള്ളിയിൽ നിങ്ങൾ എന്ത് വേണം? നല്ല അഴക്, നല്ല പ്രൗഢി, നല്ല വെണ്മ, നല്ല പ്രഭ, നല്ല പ്രോജ്വലത, നല്ല സൗരഭ്യം, നല്ല സൗന്ദര്യം അത് നിങ്ങളുടെ പള്ളിയിൽ ഉണ്ടാക്കിയെടുക്കണം. ഇനി ഞാൻ പറയട്ടെ എന്റെ സഹോദരങ്ങളെ, വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ നാലാമത്തെ കാര്യം ഇത് പള്ളിയാണ്. ഇത് പള്ളിയാണ്. വീട്ടിലെ സ്വഭാവം നമ്മൾ പള്ളിയിൽ എടുക്കരുത്. പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു, റാഹത്തായി ജിബ്രീൽ തങ്ങൾ വന്നു, വഖഫ്തു ലില്ലാഹി തആല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ 5-6 ദിവസമൊക്കെ പ്രസംഗം കൊണ്ട് തോട്ടിക്കല്ലിന്റെ അല്ലേ തോട്ടിക്കൽ സുബൈർ മാസ്റ്ററുടെ അത് എന്നാണോ ഇവിടുത്തെ നോട്ടീസ് അല്ലേ ഇത്? എന്നാണ് മറ്റന്നാ അല്ലേ? അപ്പൊ ഇന്ന് തുടക്കമാണോ? ശരി. അപ്പൊ തോട്ടിക്കലിന്റെ കഥാപ്രസംഗവും ഒക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞു പോയി. അത് പോരാ. നമ്മുടെ പള്ളിയോടുള്ള 4ാമത്തെ നമ്മുടെ കടപ്പാട് എന്തെന്നറിയോ? അത് പള്ളിയാണ്. പള്ളിക്കകത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. പള്ളിക്കകത്ത് എന്റെ മൊബൈൽ ആരെങ്കിലും കണ്ടോ, എന്റെ താക്കോൽ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ച ഒരു അനുചരനോട് അത് കിട്ടാതെ പോകട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവിന്റെ കാര്യം പറയേണ്ടതല്ല പള്ളി. അതുകൊണ്ടാണ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് നമുക്ക് കിട്ടിയാൽ പള്ളി വാതിൽക്കലിൽ പരസ്യപ്പെടുത്തണമെന്ന് ഫുഖഹാക്കൾ പറഞ്ഞത്. എവിടെയാ? പള്ളിയിലെന്നല്ല, പള്ളി വാതിൽക്കൽ. പള്ളിയുടെ ഡോറിന്റെ വെളിയിൽ നിന്ന് പരസ്യപ്പെടുത്തണം. 2 സഹോദരങ്ങള് പള്ളിയുടെ മുറ്റത്ത് വന്നത്രേ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, 2 സഹോദരങ്ങള് പള്ളി മുറ്റത്ത് വന്നയാള്, ഒരാള് പള്ളിയിലേക്ക് അങ്ങ് കയറി, രണ്ടാമത്തെ ആള് പള്ളിയിലേക്ക് കയറിയില്ല. അയാള് പുറത്തു നിന്നപ്പോ ആരോ ചോദിച്ചു, നീ എന്തേ പള്ളിയിൽ കയറാത്തത്? ആ മനുഷ്യൻ പറഞ്ഞു, എന്നെ പോലുള്ള അക്രമികൾക്ക്, എന്നെ പോലുള്ള ഫാജിരീങ്ങൾക്ക് കേറാനുള്ളതല്ലല്ലോ ആ പള്ളി. അത് അള്ളാന്റെ ഭവനമല്ലേ, അത് അള്ളാന്റെ വീടല്ലേ. അതുകൊണ്ട് പേടിയാ എനിക്കതിനകത്ത് കേറാൻ പേടിയാ എന്ന് പറഞ്ഞിട്ട് ആ 2 പേരിൽ ഒരാള് അവിടെ നിന്നുകൊണ്ട്, പ്രിയമുള്ള സഹോദരങ്ങളെ, സങ്കടപ്പെട്ടപ്പോൾ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ പറയുകയാ, ആ മനുഷ്യനെ പള്ളിയിൽ കേറാൻ പേടിച്ചു, റബ്ബിന്റെ വീടാണല്ലോ എന്ന് ചിന്തിച്ച് പള്ളിയുടെ പുറത്തു നിന്ന് ഭയന്നു നിന്ന ചെറുപ്പക്കാരനെ സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയത്രേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തില് ആ ചെറുപ്പക്കാരനെ ഉൾപ്പെടുത്തിയത്രേ. സഹോദരങ്ങളെ, കാരണം പള്ളിയാ, അത് പരിപാവനമാ. രാഷ്ട്രീയം പറയേണ്ടതല്ല പള്ളി, സംഘടനാ ചർച്ചകൾ നടത്തേണ്ടതല്ല പള്ളി. പള്ളിക്കകത്ത് രാഷ്ട്രീയ സംഘടന, സങ്കുചിതത്വ, വൈരാഗ്യ, വൈഷമ്യ, വൈക്ലഭ്യ, വൈമനസ്യങ്ങൾ ഒരിക്കലും സൃഷ്ടിക്കപ്പെടേണ്ടതല്ല പള്ളി. ആ പള്ളിയെ പറ്റി അള്ളാഹു പറയുന്നതെന്താ? ഉലൈക മാ കാനൂ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, സഹോദരങ്ങളെ, പള്ളിക്കകത്ത് കയറേണ്ടത് എങ്ങനെയാണ്? ഇല്ലാ ഖായിഫീൻ. പേടിച്ചിട്ട് വേണം പള്ളിക്കകത്ത് കയറാൻ. ഒരു നിമിഷം ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും തിരുവനന്തപുരത്ത് വന്നു? സഹോദരാ, ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഏതെങ്കിലും ഒരാള് തിരുവനന്തപുരത്ത് വന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് വന്നിട്ട് മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിങ്ങളൊന്ന് പോവുകയാ. എത്ര ഭവ്യതയാ നിങ്ങൾ ചെയ്യുക. കുറെ കിലോമീറ്ററിന്റെ ചുറ്റളവിലുള്ള അധികാര സ്ഥാനം വഹിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിന്റെ പോലീസിന്റെ ഏതെങ്കിലും ഒരു സർക്കിൾ ഓഫീസിൽ ചെന്ന
പെട്ടെന്ന് മൊബൈൽ എടുത്തങ്ങ് സ്വിച്ച് ഓഫ് ആക്കി മാറ്റി വെക്കുമല്ലോ. എന്നിട്ട് അച്ചടക്കത്തോടെ പഞ്ചപുച്ഛ മടക്കിയിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. സഹോദരങ്ങളെ, പള്ളിയിൽ വന്നാലോ ഇമാമ നിസ്കാരത്തിന് കൈകെട്ടുന്നതിന് മുമ്പ് വിളിച്ചു പറയണം, യാ ഇബാദല്ലാഹ്, എന്റെ അല്ലാഹുവിന്റെ ദാസന്മാരെ, എല്ലാരും മൊബൈൽ ഓഫ് ആക്കണേ, മൊബൈൽ ഓഫ് ആക്കണേ, മൊബൈൽ ഓഫ് ആക്കണേ. ഇതെപ്പോഴാണ് പറയുന്നത്? പള്ളിയുടെ വടക്കും തെക്കും പടിഞ്ഞാറും കിഴക്കും ഹൗളിൽ നിന്ന് കേറുമ്പോഴും എല്ലാ സ്ഥലത്തും DTP എടുത്തൊട്ടിച്ചിരിക്കുകയാണ്. പ്ലീസ് സ്വിച്ച് ഓഫ്, മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കണേ. എന്നിട്ടും ഇമാമിന് പറയേണ്ടി വരുന്നു സ്വിച്ച് ഓഫ് ആക്കാ. എന്നിട്ടോ ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് ഇമാം സുജൂദ് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്താണ് ഫാത്തിഹ അങ്ങോട്ട് തുടങ്ങാൻ പോകുന്ന സമയത്താണ് പാലാപ്പള്ളി പുതുപ്പള്ളി എന്നും പറഞ്ഞ് പാട്ട് തുടങ്ങുന്നത്. മനുഷ്യനാണല്ലോ ഇമാമ, മലക്കൊന്നും അല്ലല്ലോ. ഇമാമ ഫാത്തിഹ ചിലപ്പോ ആ പാട്ടായിരിക്കും ബാക്കി കൂടെ പാടുന്നത്. ജുമയ്ക്കൊക്കെ വലിയ പാടാ സഹോദരങ്ങളെ. എത്ര പറഞ്ഞാലും കൗമ മനസ്സിലാക്കൂല. ഇത് പറയുമ്പോ ഒന്ന് എടുത്തൊന്ന് ഓഫാക്കാനുള്ളൊരു മനസ്സ് അതില്ല. ഏതെങ്കിലും പോലീസുകാരന്റെ മുമ്പിൽ നിന്നാലോ ഓഫാക്ക മാത്രമല്ല, 2 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് അവിടെ വന്ന് നിൽക്കുന്നത്. അള്ളാന്റെ മുമ്പിലാണെങ്കിലോ സുജൂദി കിടന്ന അടിയോടടി. എന്തിനാ എന്റെ പ്രിയപ്പെട്ടവരെ? ആർക്കാ ഭയഭക്തിയുള്ളത് പള്ളി കയറുമ്പോ? ആർക്കാ പേടിയുള്ളത് പള്ളി കയറുമ്പോ? അതുകൊണ്ട് ഖുർആൻ പറയുന്നു, നിങ്ങൾ പള്ളിയെ സമീപിക്കേണ്ടത് പേടിച്ചുകൊണ്ടല്ലാതെ പള്ളിയിൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് പള്ളിയിൽ ഒരു സഹോദരൻ കയറിയിട്ട് അടുത്ത സഹോദരൻ പുറത്തു നിന്നിട്ട് പറയാ, ഞാൻ കയറൂല, കാരണം എനിക്ക് കേറാൻ പേടി തോന്നുകയാണ്. എന്നെ പോലുള്ള ഒരുത്തന് കേറാൻ പറ്റിയ സ്ഥലമല്ല അത്. നിങ്ങൾ ആലോചിച്ച്, ജനാപത്തുകാരൻ പോലും പള്ളിയിൽ കേറാൻ പാടില്ല. വലിയ ശുദ്ധിക്കാരൻ പള്ളി കയറാൻ പാടില്ല. കാരണം എന്താണ്? അത് വലിയ പാപമായത് കൊണ്ടല്ല, പക്ഷേ അത്രയും പരിപാവനമാണ് പള്ളി. ഭയപ്പെട്ടുകൊണ്ട് വേണം കേറാൻ. പണ്ടുള്ള പള്ളികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുനിഞ്ഞു കയറണം പള്ളികൾ. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെയൊക്കെ നാടുകളിൽ നല്ല നല്ല പള്ളി വരും, നല്ല റാഹത്താണ്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള പള്ളികൾ, പക്ഷെ ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ, നമ്മുടെയൊക്കെ പഴയ പള്ളികൾ, പൊന്നാനി പള്ളി, വെളിയങ്കോട് പള്ളി, കൊല്ലത്തൊരു പരവൂര് പള്ളി, എന്റെ ഓർമ്മ വരുന്ന കുറച്ച് പള്ളി പറയാം, മമ്പുറം പള്ളി. ഈ പള്ളികളിൽ കയറുമ്പോ അറിയാതെ ഒരു കിടുകിട വറയ്ക്കും. പഴയ പള്ളികളിൽ എങ്ങനെയാ കയറുന്നത്? കാല് പൊക്കി വെച്ചിട്ട് വേണം കയറാൻ. അപ്പൊ കൃത്യമായി വലത്തെ കാല് വെച്ച് കയറാൻ അവൻ ഓർക്കും. 2 കുനിഞ്ഞിട്ടാ കയറുന്ന പള്ളികൾ ചെറിയ. അപ്പൊ അന്നത്തെ ആളുകൾക്ക് പൊക്കമില്ലാത്തത് കൊണ്ടാണോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, കാലം കഴിയും തോറും പൊക്കം കുറഞ്ഞോണ്ട് വരിക. കാബീരിന്റെ കബറ് കാണണം. ഇവിടെ നമ്മുടെ ആ റോഡ് വരെ ഉണ്ടാവും കാബീരിന്റെ കബറ്. എന്തോ ഒരു പൊക്കമാണ് മുൻഗാമികൾക്ക്. കാലം കഴിയും തോറും പൊക്കം കുറഞ്ഞു വരികയാണ്. നമ്മുടെ പള്ളികളുടെ വാതിൽ പൊക്കം കൂടി വരികയാണ്. പണ്ടുള്ള പള്ളികൾ കുനിഞ്ഞു കയറണം. അതൊരു ബഹുമാനത്തിന്റെ സൂചകമാണ്. ആ കുനിഞ്ഞു കയറ്റുന്ന ഒരു സ്ഥലത്ത് മാത്രമല്ല, ജയിലില്. ആർക്കും നെഞ്ചുരിച്ചിട്ട് കയറി പോകാൻ പറ്റൂല. ഏവനായാലും കുനിഞ്ഞേ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. മാത്രമല്ല, മെഹ്റാബുകൾ തുരന്നിട്ടുള്ള മെഹ്റാബുകളായിരുന്നു പണ്ട്. കണ്ടിട്ടില്ലേ അല്ലേ? തുരന്നുള്ള മെഹ്റാബ്. ഇന്ന് മെഹ്റാബ് അല്ലാതെ വെച്ചിരിക്കാൻ. മുമ്പ് ഇങ്ങനെ തുരന്നിട്ടുള്ള മെഹ്റാബ. പണ്ടത്തെ പള്ളികളിൽ കയറി ഇബാദത്ത് എടുക്കാൻ. അപ്പൊ ചോദിക്കുന്ന, പിന്നെ പണ്ടത്തെ പള്ളി പോലായിരുന്നു. ചില ആളുകൾ അങ്ങനെ ചോദിക്കും. ഈ പള്ളിയെ കണ്ടിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെങ്കിലും ചോദിക്കും, എന്തിനാ ഇത്രയും ആർഭാടം? ലൈറ്റുകൾ എന്തിനാ ഇത്രയും വലിയ കാർപ്പറ്റ് എന്തിനാ? AC ഇല്ലാതെ നിസ്കരിക്കൂല എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവര് ന്യായം പറയുന്നത് എന്താണെന്നറിയോ? അബൂബക്കർ തങ്ങളുടെ കാലഘട്ടത്തിലെ പള്ളി എങ്ങനെയായിരുന്നു? ഉമർ തങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളി എങ്ങനെയായിരുന്നു? ശരിയാണ്. പക്ഷെ അന്ന് അബൂബക്കർ തങ്ങളുടെ വീട് വാക്കോലോ ആയിരുന്നു, ഉമർ തങ്ങളുടെ വീട് വാക്കോലോ ആയിരുന്നു. ഇന്ന് വീടുകളൊക്കെ കാറൂന്റെയും ഹാമാന്റെയും കോലത്തിലെ വീടും പള്ളി അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിലെ പള്ളി പോലെ വേണോന്ന് പറഞ്ഞാൽ അത് നീതിയാണോ? അതുകൊണ്ട് നമ്മുടെ വീടും പഴയതുപോലെ ആയിരുന്നെങ്കിൽ പള്ളി അങ്ങനെ മതിയായിരുന്നു. നമ്മുടെയൊക്കെ വീട് അമ്പര ചുംബികളാണെങ്കിൽ ഈ പള്ളി അത്രയും വേണ്ട.
കുറച്ചൊക്കെ മോടി വേണ്ടേ? അതുകൊണ്ട് നല്ലതാ. പക്ഷെ ഞാൻ പറഞ്ഞത് പഴയ പള്ളികളിൽ നിസ്കരിക്കുന്ന ഒരു ആത്മാർത്ഥത നമ്മുടെ പള്ളികളിൽ കിട്ടുന്നുണ്ടോ എന്നത് ആശങ്കപ്പെടേണ്ട കാര്യമാണ്. എന്ന് വെച്ചിട്ട് പള്ളി വലുതാക്കണ്ടേ? ജനങ്ങൾ കൂടുതൽ ആളുകൾ നിസ്കാരത്തിന് ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും പുതിയ പുതിയ തലങ്ങളിലേക്ക് ചെറുപ്പക്കാർ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവർക്കനുസരിച്ച് എങ്ങനെയെങ്കിലും ഒരു ഹിക്മത്തോടു കൂടി പള്ളിയെ മോടി പിടിപ്പിക്കേണ്ടത് നല്ലത് തന്നെയാണ്. അതൊരിക്കലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോശമാണെന്ന് പറയുന്നില്ല. പക്ഷെ കേറുമ്പോൾ ഭയഭക്തിയോടുകൂടി വേണം നമ്മൾ പള്ളിയിലേക്ക് കയറാൻ. ദുനിയാവിന്റെ ഒരു സംസാരവും ഇതിനകത്ത് പാടില്ല. ആഖിറവുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യങ്ങൾ നമ്മൾ പറയരുത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാം, പക്ഷേ സൊറ പറഞ്ഞിരിക്കാനും മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറം പള്ളി ഉപയോഗിക്കുകയും മഗ്‌രിബ് ഇശാഇന്റെ ഇടയില് രണ്ടാമത്തെ പള്ളിയിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഫസാദുകളും ഫിത്നകളും മോദീനെ പിരിച്ചുവിടുന്ന കാര്യവും ഇമാമിനെ പിരിച്ചുവിടുന്ന കാര്യവും കമ്മിറ്റിക്ക് നേരെ തിരിയുന്ന കാര്യവും ഇതൊക്കെ പറയേണ്ടതല്ല. പള്ളി എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇനി ഞാൻ പറയുന്നത് ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ദുആയിലേക്ക് പ്രവേശിക്കുകയാ. 11 മണിയാകുമ്പോഴേക്ക് ദുആരക്കാം ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, പള്ളി എന്ന് പറയുന്നത് കേവലം നമസ്കാരത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. പിന്നെയോ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്ന ഹദീസാ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ് മസ്ജിദുൻ നബവിയിലേക്ക്. ആ സമയത്ത് കുറച്ച് സഹാബാക്കൾ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുകയാ. ഇത് പുത്തൻവാദികൾക്ക് ദഹിക്കോ എന്ന് എനിക്കറിയില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് ഖുർആൻ കഴിഞ്ഞാൽ പ്രാമാണികമായ ഗ്രന്ഥം ബുഖാരിയാണ്. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം ബുഖാരിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മുസ്ലിമാണ്. മുജാഹിദുകൾ അംഗീകരിക്കുന്നുണ്ട്, തബ്ലീഗ് അംഗീകരിക്കുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നുണ്ട്, സുന്നികൾ അംഗീകരിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം തങ്ങളെ അംഗീകരിക്കാത്ത മൂക്ക് കീപ്പോട്ടുള്ളൊരു മുസ്ലിമും ഇല്ല. അതേ മുസ്ലിം തങ്ങളുടെ റിപ്പോർട്ടിൽ കാണാ, അബൂ സഈദ് അൽ ഖുദരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ, തിരുനബി പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഒരു ഹൽഖ കണ്ടു. ചോദിച്ചു, നിങ്ങൾ എന്താ അവിടെ ഇരുന്ന് ചെയ്യുന്നത്? അവിടെ ഇരുന്ന് നിങ്ങൾ എന്ത് പണിയാ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നു, ജലസ്നാ, ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത് അല്ലാഹുക്ക് ദിക്ർ ചൊല്ലുകയാ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലുകയാ. വനഹ്മദുഹു അലാ മാ ഹദാനാ ലിൽ ഇസ്ലാം. അല്ലാഹു ഞങ്ങളെ മുസ്ലിമാക്കിയതിന്റെ പേരിൽ ഞങ്ങൾ അൽഹംദുലില്ലാഹ് പറയാ. ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠരാണ്? ഉലൈക ഹും ഖൈറുൽ ബരിയ. ഈ ലോകത്ത്, ഭൂമി ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠവാന്മാര് മുസ്ലിങ്ങളല്ലേ? അതുകൊണ്ട് ആ ഒരു ജനതയിൽ ഞങ്ങളെ പെടുത്തിയതിന് ഞങ്ങൾ അല്ലാഹുക്ക് ഹംദ് മൊഴിയുകയാ. ഇവിടെ ഞങ്ങൾ ദിക്ർ ചൊല്ലുകയാ. ആ സമയത്ത് റസൂലുള്ളാഹി സന്തോഷിച്ചു, ചോദിച്ചു, നബിയെ എന്താ അങ്ങ് ചോദിക്കാൻ കാരണമെന്ന്. അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? തൊട്ടു മുമ്പ് ജിബ്രീൽ വന്നുപോയി സഹാബ. എന്റെ അടുത്ത് വന്നിട്ട് ജിബ്രീൽ പറഞ്ഞത്, ഇന്നല്ലാഹ യുബാഹി ബിഹിൽ മലായിക. ഈ പള്ളിക്കകത്ത് ദിക്റിന്റെ ഹൽഖ കണ്ടപ്പോ, അല്ലാഹുവിന് വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലുന്ന സമൂഹത്തെ കണ്ടപ്പോ, അല്ലാഹ് മലായിക്കത്തുകളുടെ മുമ്പിൽ വെച്ച് അഭിമാന പുളകിതനാവുകയാ. കണ്ടോ മലക്കുകളെ, എന്താ എന്റെ അടിമകൾ എനിക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്നത് കണ്ടോ? ഇത് പറഞ്ഞിട്ട് മലായിക്കത്തുകളുടെ മുമ്പിൽ അല്ലാഹു അഭിമാനം കൊള്ളുകയാ. സഹോദരങ്ങളെ, പള്ളി ദിക്റിനുള്ളതാ അല്ല, അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി മദഹ് പറയാനുള്ളതാ. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പാട്ടുപാടിയ സഹാബി വര്യന് പള്ളിയിലെ പീഠം പിടിച്ചിട്ട് കൊടുത്തിട്ട് ആദരിച്ചില്ലേ? റസൂലുള്ളാഹി തങ്ങളെ പറ്റി മദഹ് പറഞ്ഞ പ്രവാചക ശിഷ്യൻ
അള്ളാന്റെ ഹബീബ് ഒരു പീഠം പിടിച്ചിട്ട് കൊടുത്തിട്ട് ആദരവ് കൊടുത്തിട്ട് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തോടെ അത് കേട്ട് നിന്നില്ലേ? അതുകൊണ്ട് റബീഉൽ അവ്വൽ എത്തുമ്പോ മൗലിദ് ഓതുന്നത് തെറ്റല്ല, പള്ളിയില് ഹദ്ദാദ് ഓതുന്നത് തെറ്റല്ല, ദിക്റുകളും സലാത്തുകളും മജ്ലിസ് നൂറും നടത്തുന്നത് തെറ്റല്ല. ഇതിനൊക്കെ ഉള്ളത് തന്നെയാണ് പള്ളി. ഇനി എന്ത് തെളിവാ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്? മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്തും അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളവര്, നമ്മുടെ മുന്നോറുകൾ ഇതുപോലെ കസേരയിൽ വന്നിരുന്ന് നമ്മളെ കേൾക്കേണ്ടവര്, ഈ ഉദ്ഘാടന ദിവസത്തിൽ ഈ പള്ളിയിൽ കയറിയിട്ട് അഭിമാനത്തോടെ നിൽക്കേണ്ടവര്, ആയിരക്കണക്കിന് ആളുകൾ പള്ളിക്കാട്ടിലല്ലേ ഇരിക്കുന്ന സഹോദരിമാരുടെ, നിങ്ങൾ ഓരോരുത്തരുടെയും പിതാക്കന്മാര് ഖബറിലുണ്ടല്ലോ, ഉമ്മമാര് ഖബറിലുണ്ടല്ലോ, സഹോദരങ്ങള് സഹോദരിമാര് ഖബറിലുണ്ടല്ലോ, പൊന്നുമക്കള് ഖബറിലുണ്ടല്ലോ, ഭർത്താക്കന്മാര് ഭാര്യമാര് ഖബറിലുണ്ടല്ലോ. ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ സഹോദരങ്ങളെ കൊതിക്കുകയാണത്രേ. എന്താണ് അവരുടെ കൊതിയെന്നറിയോ? അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? അവര് പറയുന്നു, ഞങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹം, നഗ്ബിതു അഹ്ലൽ മസ്ജിദി, പള്ളിയിലെ അന്തേവാസികളെ നോക്കിയിട്ടാ ഞങ്ങൾ അഭിമാനിക്കുന്നത്, ഞങ്ങൾക്ക് അതുപോലെ ആകണമെന്ന് കൊതിക്കുന്നത് പള്ളിക്കാരെ കണ്ടിട്ടാ. പള്ളിയിൽ നിസ്കാരത്തിന് വരുന്ന പള്ളിയുടെ ആളുകളെ കാണുമ്പോ നിങ്ങളുടെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവര് കൊതിക്കുകയാ. എന്നിട്ട് അവര് പറയുമത്രേ, ലിഅന്നഹും യസൂമൂന വലാ നസൂം, അവര് നോമ്പ് പിടിക്കുന്നു, ഞങ്ങൾ നോമ്പ് പിടിക്കുന്നില്ല. ഖബറിൽ കിടക്കുന്നവര് പറയാൻ, റമളാൻ മാസത്തിന്റെ ഇഫ്താറിന്റെ സമയത്ത് ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്ത ഈത്തപ്പഴവും കുറച്ച് പച്ചവെള്ളവുമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോയിരുന്ന് മഗ്രിബിന്റെ ബാങ്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മുഴങ്ങുമ്പോൾ ആ പ്രിയപ്പെട്ട ഖബറാളികൾ പറയുന്നു, നഗ്ബിതു അഹ്ലൽ മസ്ജിദ്, ഈ പള്ളിയിൽ ആളുകളെ കാണുമ്പോ വല്ലാത്ത പൂതി, പടച്ചവനേ, ലിഅന്നഹും യസൂമൂന വലാ നസൂം, അവര് നോമ്പ് പിടിക്കുന്നു, ഞങ്ങൾക്കതിന് ഭാഗ്യമില്ല. അത് കഴിഞ്ഞിട്ട് തറാവീഹിന്റെ തറാവീഹ് നിസ്കാരത്തിനു വേണ്ടി ഇമാമ കൈകെട്ടുമ്പോൾ അവര് പറയുന്നു, യുസല്ലൂന വലാ നുസല്ലി, അവര് നിസ്കരിക്കുന്നു, ഞങ്ങൾക്ക് നിസ്കാരം പറ്റുന്നില്ല. നിങ്ങൾ മരിച്ചവരല്ലേ? ആ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ദിക്ർ ചെല്ലുന്നത് കാണുമ്പോ അവര് പറയുന്നു, ഞങ്ങൾക്ക് ദിക്ർ ചെല്ലാൻ പറ്റുന്നില്ല, അവർക്ക് ആ ഭാഗ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൊതിക്കുന്നു അവരെ പോലെ പള്ളിയിൽ പോകാൻ. പക്ഷേ ഇപ്പൊ നമ്മൾ അതറിയില്ല. നാളെ നമ്മളെ 3 വെള്ള തുണിയിൽ പൊതിഞ്ഞു കെട്ടി 6 കാലുള്ള കട്ടിലെടുത്ത് കിടത്തിയിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവച്ച് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് പലക നിരത്തിയിട്ട് 3 പിടി മണ്ണ് വാരിയിട്ട് 2 മീസാങ്കല്ല് നാട്ടി പോകുമ്പോൾ പള്ളിയിൽ നടക്കുന്ന അനുഷ്ഠാനങ്ങളെ കാണുമ്പോൾ, ആരാധനകളെ കാണുമ്പോ കൊതിക്കും. പക്ഷെ കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് തീരുമാനമെടുത്തോ, ഇപ്പോഴും തീരുമാനമെടുത്തോ, നമ്മൾ പള്ളിയെ പൊന്നുപോലെ നോക്കുമെന്ന്. അന്തേവാസികളാകണം, അഹ്ലുൽ മസ്ജിദ് ആകണം. അന്തേവാസികൾ, അഹ്ലുൽ മസ്ജിദ്, അന്തേവാസികൾ, പള്ളിക്കാരായി നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബാദത്തുകൾ ഒപ്പം നമ്മൾ നമ്മുടെ നാട്ടിന്റെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ഇടപെടല്, അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിലേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല മനോഹരമായി ഭയഭക്തിയോടുകൂടി പോകണം. അള്ളാഹുവിന്റെ പള്ളികളുടെ ദിക്റുകളും സ്വലാത്തുകൾ കൊണ്ട് മുഖരിതമാകണം. അള്ളാഹു നമുക്ക് പണി കഴിപ്പിക്കപ്പെട്ട ഈ പുണ്യ ഭവനം ആ ഒരർത്ഥത്തിൽ അതിനോട് നീതി പുലർത്താൻ സർവശക്തനായ സർവാധിനാഥനായ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.